എടാ മെനകെട്ടവനെ, നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്ക് അറിയായിരുന്നു. മാറി അതെന്റെ അച്ഛനാ. അച്ഛാ, കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നിരങ്ങി നടക്കാനോടാ നിന്നെ ഈ കണ്ട ഫീസ് കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൊടുത്തി, ഈ ആഴ്ച ഇവള്, ഇനി അടുത്ത ആഴ്ച ആരടാ? മോളും അച്ഛൻ വെറുതെ പറയുന്ന. അങ്ങനെ അത് കലങ്ങി. ഇനി ഞാൻ നിനക്ക് ഫീസ് അടയ്ക്കാൻ 10 പൈസ പോലും ഞാൻ തരത്തില്ല. നീ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങോട്ട് ഫീസ് അടച്ചാൽ മതി. അച്ഛനും കൈവിട്ടു, അവളും പോയി. എങ്ങനെയാലും എനിക്ക് തിരിച്ചു വരണം. അയ്യോ മടുത്തു. ഇല്ല, എങ്ങനെയാലും എന്നെ തിരിച്ചു പിടിക്കണം. എല്ലാ പണിയും കൂടി ഞാൻ മടുത്തു. അച്ഛനെ ഞാൻ കാണിച്ചു കൊടുക്കണം. അയ്യോ എന്റെ തടുവ. എടാ അവനിപ്പോ സ്വന്തമായിട്ട് ജോലിക്കൊക്കെ പോയി പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സെമസ്റ്ററിലേക്കുള്ള ഫീസ് എന്നെ ആളിൽ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി അടുത്ത സെമ്മിലേക്കുള്ള ഫീസ് തൊട്ട് ഞാൻ തന്നെ അടച്ചോണം. അവൻ വരുമ്പോ ഞാനത് അവരോട് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിക്കോളും. എടാ അവൻ വരുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരിടാ, ഓക്കെ. നീ എവിടെ നിന്നേ? എന്തിനാ അച്ഛാ, ഇനി എന്നെ വഴക്ക് പറയാൻ വേണ്ടിയാണോ? എടാ അത് ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ, നീ ജോലിക്കൊക്കെ പോയി പൈസ ഉണ്ടാക്കി ഈ സെമസ്റ്ററിലെ ഫീസ് അടച്ചെന്ന് എനിക്കറിയാം. ഇനി നീ ജോലിക്കൊന്നും പോകണ്ട, അടുത്ത സെം തൊട്ടുള്ള ഫീസ് ഞാൻ അടച്ചോളാം. ആര് ഫീസ് അടച്ചു? എന്റെ പൈസ ഒന്നുമില്ല അച്ഛാ. പിന്നെ നീ ജോലിക്ക് പോയിട്ട് അവർ ചിരിച്ചു കാണിച്ചു കൂട്ടോ. അയ്യടാ, ഞാൻ പണിയെടുക്കാൻ പോയതേ. അന്ന് അവള് പിണങ്ങി പോയില്ല, അവളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയാ. ഇന്ന് അവക്കാണെങ്കിൽ ഒരു മാല മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവള് വരാന്നും പറഞ്ഞിട്ടുണ്ട്. അവള് വരുന്നുണ്ട്. അച്ഛൻ മാറും. അങ്ങനെ അവളെ വിളിച്ചു. ധീരനായി സൂര്യനായ സുരനായി